ഹലോ മൈ ലവ്സ്, ഞാൻ ഇന്നുള്ളത് എറണാകുളത്തെ ഹൈക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഞാൻ വരുന്ന സ്പോട്ടാണ് ഇത്. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് വന്നതെന്ന്. വേറെ എവിടെയുമല്ല, ഇത് പഞ്ചാബിത്തെ ധാബ, ഐ മീൻ സർദാജിക്ക ധാബയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്ന പോലെയാണ്, എനിക്ക് ലസ്സി തന്നെ വേണം. അപ്പം ലസ്സി ഞാനാണെങ്കിൽ ഗ്ലാസ്സിൽ, സ്ട്രോ ഒക്കെ കളഞ്ഞ ഗ്ലാസ്സിൽ കുടിച്ച് എൻ്റെ വൈറ്റ് മീശ വന്ന് ദാറ്റ് ഐ ലിക്ഡ് ഇറ്റ്. ഇതാണ് ഞാൻ എൻ്റെ സ്ഥിരം ലസ്സി കുടിക്കുമ്പോഴുള്ള എൻ്റെ സ്ഥിരം സ്ഥായിക ഭാവം അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു പ്ലേറ്റർ മേടിക്കുന്നത്. ഇത് മാത്രമല്ല കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം പ്ലാറ്ററുടെ പേര് ഞാൻ പറയാം. ഇതാണ് മിക്സ് തന്തൂരി പ്ലാറ്റർ. അപ്പം ഇതിൽ 4 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചിക്കൻ ആണുള്ളത്. ഓൾ ടുഗെദർ 13 പീസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 800 റുപ്പീസാണ്. അപ്പം നമുക്കിനിപ്പോൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പം ആദ്യം നമുക്ക് ചിക്കൻ ടിക്കയിൽ ട്രൈ ചെയ്യാം. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു സോഫ്റ്റ് ടെക്സ്ചറാണ്, ഭയങ്കര സോഫ്റ്റാണ് ചിക്കൻ. അതായത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാം. സ്പൈസിയും അല്ല, ഭയങ്കര സോഫ്റ്റുമാണ്. അപ്പം ഓക്കെ, ഏറ്റവും ആദ്യത്തെ ചിക്കൻ ഞാൻ എടുത്ത് കഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തത് നമ്മൾ എടുത്തിരുന്നത് ചിക്കൻ തന്തൂരിയാണ്. ഏറ്റവും ആദ്യം നമ്മൾ എടുത്തത് ചിക്കൻ ടിക്ക ആയിരുന്നു. അടുത്ത നമ്മൾ തന്തൂരി ചിക്കനാണ് എടുക്കുന്നത്. അപ്പം ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ച തന്തൂരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പൈസി ആയിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ആൻഡ് ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചിക്കൻ്റെ ആ ഒരു ഈവൻലി കുക്ക്ഡ് ചിക്കൻ തന്നെയാണ്. ഭയങ്കര സോഫ്റ്റ് ടെക്സ്ചേർഡ് ആയിരുന്നു ചിക്കൻ. അപ്പോൾ ഏതായാലും ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്കും ഒരു പാർസൽ മേടിച്ചായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഇനി അടുത്തത് ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഏറ്റവും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സീഖ് കബാബാണ് ഇത്. ഇതെനിക്ക് തോന്നുന്നു ചിക്കൻ അരച്ച് ഉണ്ടാക്കിയതാവാം എനിക്ക് തോന്നുന്നു. അപ്പം ഇത് ലേശം തണുത്തത് കൊണ്ടും ആവാം എനിക്കിതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ബാക്കിയെല്ലാം വാസ് ടോപ്പ് ഓഫ് ദ വേൾഡ്. എനിക്ക് ബാക്കി എല്ലാത്തിനും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഈ സീഖ് കബാബിൻ്റെ അത്രയ്ക്കും അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. മേ ബി ചൂടാറിയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സൈഡിലുണ്ടായിരുന്ന ഞാൻ ഡിപ്പ് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ടേസ്റ്റ് നല്ലതായിരുന്നു കാണും. പക്ഷെ ഞാനത് മറന്നുപോയി, ഞാൻ ഡിപ്പേ കണ്ടില്ല. ഓക്കെ, അപ്പോൾ ദെൻ അടുത്തത്, ഓ മൈ ഗോഡ്, ഈ പ്ലേറ്ററിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എനിക്കിത്. ഇതാണ് മലായി ചിക്കൻ. ആ മലായി ചിക്കൻ എന്ന് പറയുമ്പോഴേ, മലായി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ആണല്ലോ. അതേപോലെ തന്നെ മസാലാസ് ഇല്ല, ഒന്നുമില്ല. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ഡിഡ് ദേ മേക്ക് ദിസ്. അത്രയ്ക്കും സൂപ്പർ. ഐസ്ക്രീം തിന്നുന്ന പോലെ ഒരു ചിക്കൻ കഴിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അത്രയ്ക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ കുറച്ച് റോട്ടീസ്, പറാട്ട, നാൻ ആ ഒരു സെക്ഷനിലോട്ട് വരാം. അപ്പം ആലൂക്ക പറാട്ടയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പം ആലൂക്ക പറാട്ട ഭയങ്കര ഹ്യൂജായിരുന്നു. നമുക്ക് ഒരാൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഫില്ലാവും, അത്രയ്ക്കും ഉണ്ട് ആലൂക്ക പറാട്ട. 2 പീസായിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ സാലഡിൽ മുക്കി കഴിച്ചു, അല്ലാതെയും കഴിച്ചു. ഹോട്ട് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ അടിപൊളിയാണ്. ഇച്ചിരി ചൂടാറിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കിൻ്റെ ടേസ്റ്റിന് മാത്രം ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതാണ്, അവർക്ക് ചൂടാറിയാലും ദേ ഹാവ് പ്രിപ്പയർഡ് ഇറ്റ് സോ വെൽ ദാറ്റ് ടേസ്റ്റിന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഞാനിപ്പം കഴിക്കാൻ പോകുന്നത് നാനാണ്. അപ്പം ഞാൻ പ്ലെയിൻ നാനാണ് ഓർഡർ ചെയ്തത്. ഈ നാനിൻ്റെ കൂടെ ഞാൻ ഓർഡർ ചെയ്ത സാധനം, ഞാൻ വേറെ എന്തോ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബട്ട് ദെൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട, നമുക്ക് ആലു മട്ടർ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആലു മട്ടർ ഓർഡർ ചെയ്തേ. ഇത് ഞാൻ മിസ്സാക്കി പോയിന്, ഇത് ഞാൻ കഴിച്ചില്ലായിരുന്നെങ്കിൽ. ഓ മൈ ഗോഡ്, വാട്ട് എ നോർത്ത് ഇന്ത്യൻ ഒത്തൻറ്റിക് ടേസ്റ്റ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന്, നോർത്ത് ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരുടെ കയ്യിൽ നിന്ന്, ആൻറ്റീസിൻ്റെ കയ്യിൽ നിന്ന് കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി കുറേ നാളിന് ശേഷം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ. എനിക്ക് ഭയങ്കര ഒരു ഫില്ലിങ്, മനസ്സ് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് തോന്നിയ ഒരു മൊമെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ആദ്യത്തെ ബൈറ്റ്. ആൻഡ് ഐ ലവ്ഡ് ദിസ് വാസ് ടു ഗുഡ്. ശരിക്കും നമ്മൾ ഓരോ പീസ് കഴിച്ച് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേനും ഐ വാസ് കണ്ടിന്യൂസ്ലി ഹാവിങ് മൈ ബൈറ്റ്. ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത് വീണ്ടും ഞാൻ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, എനിവേസ്, ഇതെനിക്ക് എൻ്റെ ബെസ്റ്റ് പാർട്ടായിരുന്നു. ഇത് മൊത്തത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആലു മട്ടർ തന്നെയാണ്. ചിക്കനും എനിക്ക് ഇഷ്ടം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു റേറ്റ് ദെയർ ഫുഡ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, ഇനി അടുത്ത ഞാനിത് എടുത്തിരിക്കുന്നത് തന്തൂരി ബട്ടർ റോട്ടിയാണ്. തന്തൂരി ബട്ടർ റോട്ടി ഞാനിത് എടുത്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഇത് ചപ്പാത്തിയെ പോലെ ഉണ്ടല്ലോ. ശരിക്കും ചപ്പാത്തി തന്നെ, പക്ഷേ അത് വേറെ വേറെ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് ചപ്പാത്തി എന്ന് പറയാം. കുറച്ചുകൂടെ തിക്കാണ്, സോഫ്റ്റാണ്. പക്ഷേ ചപ്പാത്തിയെ പോലെ തന്നെ സോഫ്റ്റാണ്, കുറച്ചുകൂടെ തിക്കാണെന്നുള്ളൊരു ഡിഫറൻസ് ഉള്ളതെന്ന് തോന്നുന്നു. ടേസ്റ്റ് വൈസും എനിക്ക് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയില്ല. ബട്ട് ദ കോമ്പിനേഷൻ ഇസ് ടു ഗുഡ്. ആലു മട്ടറിൻ്റെ കൂടെ ദിസ് വാസ് ടു ഗുഡ്. അടിപൊളി. സോ യെസ്, ഇനി ഇത് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിച്ചാണ് എൻ്റെ കഴിഞ്ഞു എന്ന്. നോ 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 നോ, ലാസ്റ്റ് പാർട്ട് ഇവിടെ വരാനുണ്ട്. ഇറ്റ്സ് ലാസ്റ്റ് ബട്ട് ഇറ്റ്സ് ദ ബെസ്റ്റ് പാർട്ട്. ഇതാണ് നമ്മുടെ കുൽഫി. അയ്യോ, ഇവിടെ ധാബയിൽ വന്നു കഴിഞ്ഞാൽ കുൽഫി ഈസ് മസ്റ്റ് ടു ട്രൈ. ഇത് കഴിക്കാത്തവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഭയങ്കര സൂപ്പർ ക്രീമി ടെക്സ്ചർ ഉള്ളൊരു സംഭവമാണ്. അപ്പം നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ഫുഡിന് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ണും അടച്ച് നമുക്ക് സർദാർജിയുടെ ഡാബ എറണാകുളം ഹൈക്കോർട്ടിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ണും അടച്ച് വരാം. നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. I can make sure about that. But that's it guys. Thank you for watching. Bye.